അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലാലേട്ടന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങ് എടുത്തിട്ട് അപ്പൊ നമുക്ക് ഏതൊരു റോളും എടുക്കാം, ഏതൊരു റോൾ എവിടെ കളിപ്പിച്ചാലും നമ്മൾ ആ ഒരു നമ്മുടെ മനസ്സിൽ ആ ഒരു അക്സെപ്റ്റൻസ് വന്നാൽ പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ സാധാരണ കളിക്കണമല്ല, ആദ്യം തന്നെ പാടിയിട്ട് അങ്ങ് പോകുന്നതിനെ കാട്ടിയും കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക, ടീമും കോച്ചും ആവശ്യപ്പെടുന്നതനുസരിച്ചുള്ള റോള് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം പോയപ്പോൾ ശ്രീലങ്കയായിട്ടുള്ള മത്സരത്തിൽ കുറച്ച് പെട്ടെന്ന് അടിക്കണമെന്നായിരുന്നു, അപ്പോൾ അങ്ങനെ അവിടെ ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ മാച്ചിൽ കുറച്ച് സ്ലോ ആയിട്ട് കളിക്കാൻ, പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാനായിരുന്നു അവരുടെ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അത് അനുസരിച്ച് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ദൈവം സഹിച്ച ഒരു 10 വർഷമായിട്ട് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഇൻ ആൻഡ് ഔട്ടായിട്ട് കളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കുറേ കളി കളിക്കുകയും കുറേ കളി പുറത്തിരുന്ന് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഇതായിരുന്നു ആഗ്രഹിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദുബൈയിൽ ഒരു ഏഷ്യ കപ്പ് നടക്കുമ്പോൾ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കാൻ വലിയ എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഏതൊരു ക്രിക്കറ്ററും അല്ലെങ്കിൽ ഏതൊരു സ്പോർട്സ്മാനും ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് തരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് ഉള്ളതിൽ വലിയ ഗ്രേറ്റ്ഫുൾ ആണ്. ഒരു വല്ലാത്ത പ്രഷർ ഉള്ള ഒരു സിറ്റുവേഷനിലാണ് സഞ്ജു ക്രീസിലേക്ക് വരുന്നത്. എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? ആ മൂവ്മെന്റ് എങ്ങനെയാണ്? അതിനുവേണ്ടിയാണ് എന്നെ കളിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പ്രഷർ ഹാൻഡിൽ ചെയ്യാനാണ് നമ്മൾ ഇത്രയും വർഷമായിട്ട് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഒരു പ്രഷറിനെ കാട്ടിയും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്ക് ഉത്തരം പറഞ്ഞോട്ടെ അല്ല, അതിനെക്കാട്ടിയും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ അത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് യൂസ് ചെയ്യാനും അത് നന്നായിട്ട് കളിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. പൊസിഷൻ സംബന്ധിച്ച ഈ ഒരു മാറ്റങ്ങൾ അത് സഞ്ജുവിന് ഒരു സ്ട്രെസ് ഫാക്ടറായിട്ട് മാറിയായിരുന്നു. എങ്ങനെയായിരുന്നു? അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലാലേട്ടന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങ് എടുത്തിട്ട് അപ്പോൾ നമുക്ക് ഏതൊരു റോളും എടുക്കാം, ഏതൊരു റോൾ എവിടെ കളിപ്പിച്ചാലും നമ്മൾ ആ ഒരു നമ്മുടെ മനസ്സിൽ ആ ഒരു അക്സെപ്റ്റൻസ് വന്നാൽ പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ സാധാരണ കളിക്കണമല്ല, ആദ്യം തന്നെ പാടിയിട്ട് അങ്ങ് പോകുന്നതിനെ കാട്ടിയും കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക, ടീമും കോച്ചും ആവശ്യപ്പെടുന്നതനുസരിച്ചുള്ള റോള് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം പോയപ്പോൾ ശ്രീലങ്കയായിട്ടുള്ള മത്സരത്തിൽ കുറച്ച് പെട്ടെന്ന് അടിക്കണമെന്നായിരുന്നു, അപ്പോൾ അങ്ങനെ അവിടെ ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ മാച്ചിൽ കുറച്ച് സ്ലോ ആയിട്ട് കളിക്കാൻ, പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാനായിരുന്നു അവരുടെ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അത് അനുസരിച്ച് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ദൈവം സഹിച്ച ഒരു 10 വർഷമായിട്ട് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഇൻ ആൻഡ് ഔട്ടായിട്ട് കളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കുറേ കളി കളിക്കുകയും കുറേ കളി പുറത്തിരുന്ന് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. കപ്പ് സംബന്ധിച്ച് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നത്, അത് കിട്ടിയോ കിട്ടില്ലേ എന്നുള്ളത്. എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? ചേട്ടനല്ലായിട്ട് അറിയണം. കുറച്ച് എന്നെയും കാട്ടി അറിയണ ചേട്ടനായിരിക്കും.